കുടിച്ച് വണ്ടി ഓടിക്കണതിന് എത്ര കൈക്കൂലി? കള്ളു കുടിച്ച് വണ്ടി ഓടിക്കുന്നതിന് എത്ര കൈക്കൂലി? ഞാൻ പറഞ്ഞേ ഒറ്റയടി പോലീസുകാരന് 3-4 പേരെ ആശുപത്രിയിലാക്കി ഒരു പടക്കക്കടം കത്തിച്ചു. പിന്നെ പോലീസുകാരനെ തല്ലിയതുകൊണ്ട് കേസിന് ബലം കൂടി. 2 വർഷം തടവ്. പിന്നെ വേറെ കുറെ ആൾക്കാരുടെ കൈയും കാലം പിടിച്ച് സെൻട്രൽ ജയിലിലെത്തി. ഇപ്പോഴൊരു സമാധാനം. എന്തായാലും ഒരു കാര്യത്തിലേക്ക് വലിയ സന്തോഷമുണ്ട്. ഇത്രയും കാലത്തിനിടയ്ക്ക് എനിക്ക് ആദ്യമായിട്ടാ അച്ഛന്റെ 10 നമ്പർ കിട്ടണം. വേറൊരു സംഭവം അറിയൂ, നമ്മുടെ മെറഡോണ, സച്ചിൻ, മെസ്സി ഒക്കെ 10 നമ്പറാ. ഇപ്പൊ എനിക്ക് കിട്ടിയ ജയിൽ പുള്ളികളാ. കളിക്കാരാണോ? ഒരു പണിയില്ലാണ്ട കളിച്ചു നടക്കുന്ന ആൾക്കാരുടെ പേര് പറഞ്ഞ മേലെ കയറിയാലുണ്ടല്ലോ. ഇയാളത് ഏത് ലോകത്താണാവോ? താൻ ലോകകപ്പ് ഒന്നും കണ്ടിട്ടില്ലേ? ഞാൻ ലോകകപ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അയ്യേ, അതറിയില്ലേ? ആൾക്കാർ ലോകകപ്പെന്ന് പറഞ്ഞ് ടിവിയുടെ മുമ്പിൽ കുത്തിയിരിക്കുമ്പോഴാണല്ലോ ഇവരൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്ക് ഇറങ്ങണത്. പോലീസ് പിടിച്ചില്ലെങ്കിൽ ലോകകപ്പ്, പിടിച്ചാൽ ലോകകപ്പ്. ആ ഉണ്ണിക്കുട്ടാ, നമ്മുടെ സദാശിവം റിലീസായിട്ടോ? ഓ അതെയാ, ആള് പെട്ടു. അല്ല കാതർക്ക, നിക്കാഹിന്റെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? എല്ലാം അറിഞ്ഞടാ. നിക്കാഹ് കഴിഞ്ഞ രാത്രി തന്നെ എന്റെ മോള് പുതിയാപ്പിളോട് എല്ലാം തുറന്നു പറഞ്ഞു. ഓ നല്ലവനാടാ, പോകുന്നതിന് മുമ്പ് എന്നെ കാണാൻ വന്നു. അത് നന്നായി. അപ്പൊ ആ കാര്യത്തിന് സമാധാനായി. സമയേ പെണങ്ങല്ലേ, ഒന്നും കിടുവാ. എന്ത് പെണക്കടോ? നമ്മുടെ ബ്ലോക്കിൽ പുതിയ അഡ്മിഷൻ എന്തെങ്കിലും വന്നാ? 2-3 വന്നിട്ടുണ്ട്. ഹൗസ്ഫുൾ ബോർഡ് വെച്ച് പറഞ്ഞേക്കാൻ പറ്റാത്ത ഇവിടെ മാത്രമാണല്ലോ. പുതിയ അഡ്മിഷനാ ഷിബു. അടിപിടിയേ? അടിയില്ല, പിടി മാത്രമേ ഉള്ളൂ. ബസ്സിലൊരു പെണ്ണിനെ കയറി പിടിച്ചു, അതും മഫ്തിയിലുള്ള വനിതാ പോലീസിനെ. നടയടിയും സൈനപ്രതിഷ്ഠൊക്കെ കഴിഞ്ഞോ? ഓ അതൊക്കെ കഴിഞ്ഞ് 5-ാം ബ്ലോക്കിന്റെ വക വെടിവഴിപാടും ഉണ്ടായിരുന്നു. ഇവിടെ വാ, മേസ്തിരിന്ന് കാണട്ടെ. ഇതെന്താണ് ഗോതമ്പിന്റെ ഷഡ്ഡിയാ? എന്റെ ഭാവനയിൽ ഉരിഞ്ഞതാണ് ചേട്ടാ, അല്ല വിരിഞ്ഞതാണ് ചേട്ടാ. മനസ്സിൽ മുഴുവൻ ഷെഡിയായിട്ട് നടക്കുക. സ്ത്രീകളും കുട്ടികളും ദ്രോഹിക്കുന്ന ആൾക്കാരെ എനിക്ക് വെറുപ്പാ. തന്നെ നീ മെസ്സിലോ ബസ്സിലോ കണ്ടുപോരുന്നില്ല. മനസ്സിലായോ? അയാളുടെ ഒന്നും വാങ്ങണ്ട. ഓക്കെ, ഈ പറഞ്ഞോട് മാത്രം. അത് സൈമൺ. എന്താ ആളുടെ കേസ്? ഫേമസ് പാർട്ടിയാ. കോളേജ് പഠിക്കുമ്പോൾ തന്നെ കൂമ്പൊടിഞ്ഞ്. രാഷ്ട്രീയ കൊലപാതകം. കോടതി ലൈഫ് അടിച്ച് കൈ കൊടുത്ത് ജീവപര്യന്താ. ഭാഗ്യവാൻ. ഇനി 14 വർഷം ഇതിനകത്ത് അടിച്ചു പിടിച്ച് കഴിഞ്ഞൂടെ? അതിനൊക്കെ ഉണ്ടല്ലോ ഒരു യോഗം വേണം. ശരിക്കും കിട്ടണെങ്കിൽ 2 ജീവപര്യന്തം കിട്ടണം. ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കാലോ. എന്റെ പൊന്നോ, ഈ ലോകത്ത് ഇവന് മാത്രം ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്നോട് കളിച്ച് ഊതിക്കൊല്ലിഞ്ഞ്. പിന്നെ പുതിയ ആൾക്കാർ ശ്രദ്ധയ്ക്ക്, സീനിയേഴ്സിനെ ബഹുമാനിച്ചു പോയങ്ങൊക്കെ കൂടെ ജീവിച്ചു പോവാ. അല്ലൊക്കെ ഞാനൊക്കെ ഭയങ്കര കച്ചറയാ. മനസ്സിലായോ? ഞങ്ങളെല്ലാരും. പിന്നെ ഈ മുളകിനെ ഞെട്ടി പോക്കാൻ എന്തിനാ കത്തി? ചെടിന്ന് കൈകൊണ്ടല്ലേ പൊട്ടിക്കിന്? കത്തി താഴ. എന്റെ അച്ഛനാ പറഞ്ഞേ. ആരാടാ കിരീടം കളിക്കുന്നത്? ഒന്നുമില്ല, കടുകരിനെ കത്തി ചോദിച്ചാ കിട്ടി. എന്റെ ശ്രീ പരമേശ്വര, കാത്തുരക്ഷിക്കണേ. എന്നും സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാവാൻ അനുഗ്രഹിക്കണേ. എന്നും അമ്പലത്തിൽ പോകുമോ? രാവിലെ ഒരു പ്രാർത്ഥന പതിവാ. അത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും. സൈമൺ വേണമെങ്കിൽ ചർച്ചക്ക് അവിടെ ഉണ്ട്. കോളേജിൽ ക്ലാസ് എടുക്കാൻ പോവാ? ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്തതാ. ഓഹോ, പുസ്തകമാണല്ലേ. അല്ല, താനൊന്നും വായിക്കാറില്ലേ? ഞാനോ? എനിക്ക് ഭയങ്കര വായനശീല. കണ്ട എല്ലാ ബോർഡും വായിക്കും. ഇവിടെ പാർക്ക് ചെയ്യരുത്, പുകവലി പാടില്ല, അന്യർക്ക് പ്രവേശനമില്ല, ആരും അന്യരല്ല, തള്ളുക തുറക്കുക, അങ്ങനെ എല്ലാം വായിക്കും. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അടിപിടിക്കിടയിൽ ഒരാൾ അറിയാണ്ട് തട്ടിപ്പോവും. അല്ലെങ്കിൽ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ നോക്കുമ്പോൾ ഒരാൾ തട്ടിപ്പോവും. അതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരാളെ കൊല്ലാൻ എങ്ങനെ സാധിക്കണേ? ചോദിച്ചു കുഴപ്പമായ രാത്രി ഉറക്കത്തിൽ ഇയാൾ എന്നെ കൊല്ലൂ. ഞാൻ കിടക്കുന്നിടത്ത് സാമിയെ കിടത്താം, സാമി കിടക്കുന്നിടത്ത് ഞാൻ കിടക്കാം. ഇനി ഇയാള് സാമിനെ കൊല്ലാനാണ് പ്ലാൻ ചെയ്തേക്കണെങ്കിലോ? എന്റെ ഉറക്കം പോയി. ഒന്നുകൂടി പ്രാർത്ഥിച്ചേക്കാം. 7-ാം ബ്ലോക്കിൽ പുതിയൊരു തെണ്ടി വന്നിട്ടുണ്ടല്ലോ. പാവപ്പെട്ട ഒരു പെങ്കൊച്ചിനെ റേപ്പ് ചെയ്തിട്ട് കമ്പി കുത്തി കയറ്റിയ തെണ്ടി. ഇവനൊക്കെ സർക്കാർ ചെലവിൽ എന്തിനാ സാറേ തീറ്റി പോട്ടനെ? പിടിച്ചുപാടെ ഇവന്റെ ഒക്കെ ടാപ്പിങ്ങിനെ മുറിച്ചെടുത്തിട്ട് പട്ടിക്കെട്ട് കൊടുക്കണം. എന്നിട്ട് കൈ പിന്നെ കിട്ടി തൂക്കിക്കൊള്ളണം. ശരിയാടാ, ഇവനൊക്കെ ഇവിടെ കിടന്ന് തിന്നുന്ന തീറ്റയില് ആ പാവം പിടിച്ച പെങ്കൊച്ചിന്റെ വീട്ടുകാർ കരം കൊടുക്കുന്ന കാശും കൊടുക്കണം. ഞാനെങ്ങാനായിരിക്കണം ജഡ്ജി.
അതെങ്ങനെയാ? എറിയാൻ അറിയാവുന്നവന്റെ കയ്യിൽ വടി കൊടുക്കൂ. ഗൾഫിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ല, ആളാരാന്ന് പോലും നോക്കില്ല, അപ്പൊ തന്നെ നല്ല കുട്ടികളെയും. ആ നിയമം ഇവിടെയും കൊണ്ടുവരണം. എന്നാൽ ഇവിടെ പെൺകുട്ടികൾക്ക് മാനം മര്യാദയായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതിനിവിടെ കൊടും കുറ്റവാളികളുടെ മനുഷ്യാവകാശം പറയാനല്ലേ ആളുള്ളത്. ടാപ്പ് ഓൺ ചെയ്തേ. അതെ, ബൈപ്പാസ് ചെയ്ത് ബ്ലോക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടാ. കണ്ടാ? ഓക്കെ, ആ ഓക്കെ. പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, വൃത്തിയട്ട ക്രിമിനൽസിനെ ഇതിനകത്ത് കുത്തി ഇറക്കാനാണ് പരിപാടിയെങ്കിൽ ഞാൻ ഇനി ഇതിനകത്ത് താമസിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ സമാധാനമായിട്ട് പുറത്ത് ജീവിച്ചോളാം. ഡോക്ടർ പോ. ഇത് ഡോക്ടറല്ല, പ്ലംബർ. ഓടാ. പൊന്നമ്മ സാറേ, എന്താടാ? എന്റെ അമ്മ വീട്ടില് വിരുന്നുകാരും മറ്റേ കക്ഷി ഇവിടെ പോയി. അവര് റിലീസായി പോയി. എന്റെ അമ്മയുടെ ആത്മാവ് ഇപ്പോഴും അതിനകത്ത് ഉണ്ടാവില്ല സാറേ. മാഡം, പുതിയൊരു അഡ്മിഷൻ വന്നിട്ടുണ്ട്. മയക്കുമരുന്ന് കേസാ. നിരകളിക്കാണ്. അല്ലടാ വലവീശാണ്. അയൽവക്കത്തെ പട്ടാളക്കാരന്റെ ഭാര്യ വലവീശനാണല്ലോ ഇവിടെ വന്ന് കിടക്കണം. അതിർത്തിയിലെ വെടി അയൽക്കാരനകത്ത്. കാതർക്ക ഞാനിവരെ കൊല്ലൂട്ടാ. നീ കളിക്കടാ. വലവരിക്ക് അല്ല നിരകളിക്ക്. ഇതേതാ പുതിയൊരു സ്റ്റാച്ചു? ഇതെന്താണത്? ചില അവാർഡ് സിനിമയിലെ നായകന്മാരെ പോലെ വിദൂരതയിലേക്ക് കണ്ണു നട്ട്. പുതിയ ആളാണേ, ഇവിടുത്തെ കാലാവസ്ഥയൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല. ചേട്ടന് സ്വന്തമായിട്ട് ഭാര്യയൊക്കെ ഉണ്ടാ? 8 മക്കളും ഉണ്ട്. ഇതെന്തത് പിള്ളേരുണ്ടാക്കണ മെഷീനോ? എന്തായാലും ചേട്ടന് ഇങ്ങോട്ട് പോകുന്നത് നന്നായി. നാട്ടിൽ നിന്നിരുന്ന ഒരു IPL ടീം ഉണ്ടാക്കിയത്. ഹൈപ്ലേറ്റാ? ക്രിക്കറ്റ് IPL. ചേച്ചി കേസ് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് വന്നേ. ഏയ്, പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് കൂട്ടുകാരനെ തല്ലി, അവൻ ചത്തുപോയി. വേറെന്തോ വരാനിരുന്ന. എന്തായാലും കഴിഞ്ഞു. ചേട്ടൻ വിഷമിക്കാതിരിക്കേ. ഇനി പ്രാരാബ്ദങ്ങളില്ലാതെ ഇവിടെ ജീവിക്കാലോ. പാലുകാരനും പത്രക്കാരനും കാശ് കൊടുക്കണ്ട. ഫോൺ ബില്ലില്ല, കറണ്ട് ബില്ലില്ല. പിന്നെ കടക്കാരനും പിരിവാരുടെ ശല്യമില്ല, ഭാര്യയുടെ പരാതികളും ഇല്ല. ഇവിടെയാണെങ്കിൽ രാവിലത്തെ പത്രം വരെ ഫ്രീ ആയിട്ട് കിട്ടും. അത് മാത്രമല്ല, നമുക്കുള്ള ഭക്ഷണം മുഴുവൻ പോയിസൺ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയ്ക്ക് നമുക്ക് മാത്രം ഈ ഒരു സെക്യൂരിറ്റി ഉള്ളൂ. ചേട്ടാ, നമുക്കാരും പേടിക്കണ്ടെന്ന്. നമുക്ക് ചുറ്റും രാത്രിയും പകലും പോലീസ് ഉദ്യോഗസ്ഥന്മാരിങ്ങനെ കാവല് നിൽക്കല്ലേ. ഇവിടെ നമുക്ക് ഭയങ്കര വിലയാണെന്ന്. ഒരാൾക്ക് നമ്മളെ കാണണം തോന്നിയ അപ്പോയിന്റ്മെന്റ് എടുത്ത് പുറത്ത് കാത്തിക്കണം. നമ്മൾ കാണണ്ടെന്ന് പറഞ്ഞാ കാണണ്ട. പുറത്തിറങ്ങിയ നമുക്ക് എന്ത് വിലയാ? സകലവന്മാരും ഓടിച്ചിട്ട് നമ്മൾ താടിക്കട്ടല്ലേ. ഇവിടെ സന്തോഷായിട്ടിരിക്കട്ടാ. ദേ എന്നെ നോക്ക്, ഞാൻ എന്തൊരു ഹാപ്പി ആയിട്ട് ഇവിടെ ജീവിക്കണേ. നിന്നെപ്പോലെ നീ മാത്രമേ കാണൂ. ബാക്കിയുള്ളവർക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തു പോയാ മതി എന്നാ മോനെ. അവനിനി ഹാപ്പിനെസ് കൂടത്തുള്ളൂ. അവനിഷ്ടമുള്ള പെണ്ണപ്പുറത്ത് വന്ന് കിടപ്പണ്ടേ. നേരാണോടാ? നാട്ടിൽ വെച്ച് നഷ്ടപ്പെട്ടു എന്ന് എഴുതിയതാ. പക്ഷെ എന്റെ വിഷമം കണ്ടപ്പോ അമ്മ തന്നെ അമ്മയുടെ സെല്ലിൽ കൊണ്ട് നിട്ട് തന്നു. എന്നെ പോലെ തന്നെ 2 വർഷത്തെ ശിക്ഷ. ഇവിടുന്ന് ഇറങ്ങുമ്പോ ഇനി ഒരുമിച്ച് ഇറങ്ങാലോ. അതുവരെ എന്റെ കസ്റ്റഡി തന്നെ ഉണ്ടാവും. ഇതിനകത്ത് വേറെ രാജിക്കൊണ്ടൊന്നും പേടിക്കാൻ വേണ്ട. ഇനിയിപ്പോ 2 കൊല്ലം കഴിഞ്ഞിട്ടായാലും നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കണ്ടാ മതി. അതെ, അല്ലാതെ അച്ഛനമ്മ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് കിടക്കാതെ അങ്ങനെ വല്ലതൊക്കെ ചിന്തിക്കേ. അതാണ് നല്ലത്.